ഇന്തോനേഷ്യയിലെ ഒരു ഫ്രൂട്ട് കടയിൽ കയറിയാണ് കേട്ടോ. ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിലേതുപോലെ ജസ്റ്റ് കവറിലിട്ട് കൊണ്ടുപോകുന്നത് ഒരു മര്യാദകേടാണ് ഇവിടെ. മരത്തിന്റെ തൊലി കൊണ്ട് നിർമ്മിക്കുന്ന ഇക്കാണുന്ന തൂക്കുപാത്രമാണ് സ്റ്റാൻഡേർഡിന്റെ ഒരു വെർഷൻ. നാട്ടിലേത് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രൂട്ടിനൊക്കെ നല്ല കത്തി വിലയാണ്. തണ്ണിമത്തനും ഓറഞ്ചും ഒക്കെ ഡബിൾ ആണ്. എന്നാൽ ഇവിടെ ഒരുപാട് കൃഷി ചെയ്യുന്ന റംബൂട്ടാനും ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വളരെ ചീപ്പാണ്. എല്ലാ വീടിന്റെ മുമ്പിലും ബട്ടറിന്റെ മരങ്ങൾ കാണാമെങ്കിലും ബട്ടറിനും നല്ല റേറ്റ് ആണ് ഇവിടെ. സ്നേക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ സെലാക്ക് എന്ന് വിളിക്കുന്ന ഈ സാധനം നാട്ടിൽ വളരെ റയറാണ്, ഇവിടെ വളരെ നോർമലാണ്. ബൈ ദ വൈ നമുക്ക് നമ്മളെ പർച്ചേസിംഗിലേക്ക് തന്നെ പോവാം. 15,000 ഇന്തോനേഷ്യൻ റുപ്യ പറഞ്ഞ ഈ പാത്രത്തിലേക്ക് ഇത് സൂട്ടല്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്ലാസ്റ്റിക്കിന്റെ 10,000ത്തിന്റെ പാത്രമാണ് എനിക്ക് തന്നത്. 5,000 സേവ് ചെയ്തിട്ട് എന്താ സ്റ്റാൻഡേർഡ് പോയില്ലേ. 70,000 ഇന്തോനേഷ്യൻ റുപ്യക്കുള്ള ഫ്രൂട്ട്സ് ആണ് നമ്മൾ വാങ്ങിയത്. നല്ല കൃത്യമായി അടുക്കി വെച്ചതിന് ശേഷം ടാപ്പ് ചീറ്റിയിട്ട് പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ഒരു കവറിങ് കൂടി മുകളിൽ നൽകിയിട്ടാണ് നമുക്ക് തരുന്നത്. 100% പ്രൊഫഷണൽ പെട്ടിക്കട. നാട്ടിലെ UPA പോലെ ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള ഒരു പേയ്മെന്റ് സിസ്റ്റമാണ് ഇക്കാണുന്ന ക്യൂറിസ്. അപ്പൊ ഫ്രൂട്ടിന്റെ പൈസയും കൊടുത്ത് നമ്മളത് കവറിലാക്കിയിട്ട് നേരെ സുഹൃത്തിന്റെ വീട്ടിലോട്ട് വെച്ചു പിടിച്ചു. മറ്റൊരു വിശേഷവുമായി വീണ്ടും വരാം. പ്ലീസ് ഫോളോ മല്ലുനേഷ്യ.